കൈക്ക് നല്ല വേദന ഉണ്ടല്ലേ? ആ, ചെറിയൊരു പിടുത്തം. ഡോക്ടറെ അടുത്തേക്ക് പോവാന്ന് ഞാൻ ചോദിച്ചാണല്ലോ. ഏയ്, വേറെ കുഴപ്പമൊന്നുമില്ലടോ. ഇതുകൊണ്ട് നിൽക്കും. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്കൊന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാം. അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ മനസ്സിനൊരു റിലീഫ് ആവുമല്ലോ. താനിതൊരു പ്രശ്നമാക്കണ്ട പത്മ, നമുക്ക് നോക്കാം. എന്നാലും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, ആരായിരിക്കും ഇതിന്റെയൊക്കെ പുറകില്? ഗംഗയെ സംശയിക്കാം, പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് ചെല്ലുമ്പോ അവൾ അവിടെ ഉണ്ടാവുമായിരുന്നു. ക്രിമിനൽ മൈൻഡ് ഉള്ളവരുടെ പെരുമാറ്റം അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റില്ല. അയ്യോ, ദൈവമാണ് സൂര്യ ആ നേരത്തെ അവിടെ എത്തിച്ചത്. അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ. ഏറ്റവും നിർണായകമായ സമയത്താണ് അവന്റെ വരവെന്ന് താനെപ്പോഴും പരിഹസിച്ച് പറയാറുള്ളതാണ്. പക്ഷേ അത് തന്നെയാണ് ഇന്നത്തെ രക്ഷയ്ക്ക് കാരണമായത്. പാവം, അവനും കുറെ അടികൊണ്ടിട്ടുണ്ട്. വേദന ഉണ്ടാവുമെന്തോ. ചോദിക്കായിരുന്നില്ലേ? ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ചോദിക്കാനായിട്ട് അവന്റെ മുമ്പിലേക്ക് ചെന്നാ എന്താ റിസൾട്ട് എന്നറിയാലോ. രക്ഷിച്ചത് സൂര്യയാണ്, പക്ഷെ അതിന്റെ കാരണം നന്ദിനിയാണ്. നന്ദിനി നമ്മുടെ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവളുടെ മനസ്സിൽ ഈശ്വരൻ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയത്. അവളെ നിർബന്ധിച്ചിട്ടാ സൂര്യ വന്നതും. സത്യം പറഞ്ഞ താങ്ക്സ് പറയേണ്ടത് അവളോടാ. പതിവ് പോലെ കറങ്ങി കറങ്ങി അവിടെ എത്തിച്ചു. അതില്ലാതെ തൃപ്തിയാവില്ല അല്ലേ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല, അവളെ കുറിച്ച് പറയുമ്പോ എന്തിനാ ഇത്ര ആവേശം? നിങ്ങൾ എന്താ കരുതിയത്? ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ഞാൻ അവളെ പുണ്യവതിയായിട്ട് കരുതണോ? നിങ്ങൾ പറയുന്നത് പോലെ മരുമകളായിട്ട് അവൾ അംഗീകരിക്കണോ? ചെയ്ത കാര്യം പറയുന്നോണ്ട് എന്താ? എനിക്ക് സൗകര്യമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ തമ്മിൽ ഇങ്ങനെ മുഷിഞ്ഞ് സംസാരിക്കണതിന്റെ കാരണക്കാരി അവള് മാത്രം. അനാവശ്യമായിട്ടാണ് നിങ്ങൾ അവളെ ന്യായീകരിക്കുന്നത്. ചടങ്ങുകളൊക്കെ അടുത്തിരിക്കുന്ന സമയം, അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. ആ സമയത്ത് കുടുംബത്തിലെ വേലക്കാരിയെ കുറിച്ച് നമ്മൾ തമ്മിൽ ഒരു ചർച്ചയും വേണ്ട, ഒരു സംസാരവും വേണ്ട. പത്മ, താനെന്തിനാ എപ്പോഴും ഇങ്ങനെ? മതി. ദേ, അവളെ കുറിച്ചുള്ള സംസാരം ഇവിടെ നിർത്തിക്കോ. എനിക്കത് കേട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓരോ സംഭവങ്ങൾ വരുമ്പോഴും അവളെ കുടുംബത്തിനോട് അടുപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമം. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഒരു ചുവട് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ 100 ചുവട് അപ്പുറത്തേക്കാണ് ഞാനും എൻ്റെ മക്കളും മാറുന്നത്. അത്രയ്ക്ക് വെറുപ്പാണ് ഞങ്ങൾക്ക് അവളെ. ഇനി എങ്ങനെ ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത്? ദൈവമേ. സാർ ഇത് കഴിക്കോ? എന്താ സ്പെഷ്യൽ? പായസ? അല്ലല്ല. അല്ല, ആ വിഗ്രഹം തുടച്ച് പൂജാമുറിയിൽ വെച്ചതിന്റെ ഭാഗമായിട്ട് പായസം വെക്കാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്.
ഇത് സൂപ്പാ. സൂപ്പോ? അങ്ങനെ ഒരു പതിവില്ലല്ലോ. സാറിത് അങ്ങോട്ട് കഴിച്ചേ. ആ താൻ ഇരിക്ക്. ആ ഇരിക്കിവിടെ. ഇന്നെന്താ സ്പെഷ്യലായിട്ട് സൂപ്പൊക്കെ? ആ ഗുണ്ടകളുമായിട്ട് തല്ലിട്ടതല്ലേ, ശരീരത്തിനൊരു ബലം കിട്ടാനാ. എന്താ? അല്ല, ഞാനേ ഈ വലിയ വലിയ ഗുണ്ടകളുടെ ഭാര്യമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭർത്താവ് ആരെങ്കിലും തല്ലിയിട്ടോ വെട്ടിക്കൊന്നിട്ടോ വരുമ്പോ നല്ല മുട്ടനാടിനെ പൊരിച്ച് പിന്നെ കാന്താരി മുളകൊക്കെ അരച്ച് ചില ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു പരിപാടി. ആ ഇതിപ്പോ ഏതാണ്ട് അങ്ങനെ ആയല്ലോ. അതിനെന്താ, സാറും ചെറിയൊരു ഗുണ്ട തന്നെയല്ലേ? ആ എടോ, ഞാൻ എവിടെ ആവശ്യമില്ലാത്ത ആളുകൾ തല്ലാറ്? ആവശ്യമുണ്ടെങ്കിൽ തല്ലുവോ? അതെ, ആവശ്യമില്ലാത്ത ആളുകളെ തല്ലുന്നവരാ ഗുണ്ടകള്. ആവശ്യത്തിന് തല്ലുന്നവരെ പറയുന്നത് ഫൈറ്റേഴ്സ് എന്നാ. ഫൈറ്റർ. ശരി, ഈ സൂപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ വെച്ച് കിട്ടണമെങ്കിൽ ഞാൻ ആരെങ്കിലും നല്ലേണ്ടി വരുമോ? അതൊന്നും വേണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ അപ്പ എന്നോട് പറഞ്ഞാ മതി. കള്ളിന്റെ കാര്യം പറഞ്ഞാലും തല്ലിന്റെ കാര്യം പറഞ്ഞാലും ഉടനെ ഒരു ചാട്ടം. ആ അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. അവന്മാരുമായിട്ട് വഴക്കിട്ടിട്ട് സത്യം പറഞ്ഞാ നല്ല ക്ഷീണമുണ്ട്. അതങ്ങ മാറണമെങ്കിലേ ഈ സൂപ്പും കഴിച്ചിട്ട് 2 പെഗ് കഴിച്ചാൽ മതി. പെർമിഷൻ ഉണ്ടോ? ഒരു പെർമിഷനും ഇല്ല, കഴിക്കണ്ട. ഓ എടോ, ജസ്റ്റ് ഒന്നെങ്കിലും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ ശരി, എന്നാ ഇങ്ങനെ കുപ്പി എടുത്തൊന്ന് മണപ്പിച്ച് നോക്കാനെങ്കിലും. വേണ്ട വേണ്ട വേണ്ട. എന്നാ വേണ്ട, എന്ത് ചെയ്യാം? ആര് പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ഒരു പാവോ. ആര്? സാറോ? പാവോ? വെറുതെ ആ വാക്ക് ചീത്താക്കണ്ട. അപ്പൊ ഞാൻ ദുഷ്ടനാ? ഏയ്, ദുഷ്ടനൊന്നല്ല, എന്നാലും ഇത്തിരി കുറുമ്പനാ. ചില നേരത്ത് ആ കുറുമ്പ് എനിക്കിഷ്ടാ.